ചാത്തന്നൂർ SNRS സ്കൂളിലെ NSS വോളണ്ടിയേഴ്സും അധ്യാപകരും സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. അധ്യാപികമാരായ സുജാത P, ശാന്തി, ജാസ്മിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമുദ്രതീരം സന്ദർശിച്ചത്. വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരുമായി നർമ്മസല്ലാപത്തിൽ ഏർപ്പെടുകയും അവർക്കായി പാട്ടുകൾ പാടുകയും ചെയ്തു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനം സമുദ്രതീരം കൂട്ടുകുടുംബം ഏറ്റുവാങ്ങി. സമുദ്രതീരത്തെ അച്ഛനമ്മമാരും വിദ്യാർത്ഥികൾക്കായി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങുകയാണ്. സമുദ്രയിൽ എത്തിയിരിക്കുന്നത് ചാത്തന്നൂർ SN ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. ഇപ്പോൾ നമുക്ക് പാട്ട് കേട്ടതൊരു ആരംഭം മാത്രമാണ്. നമുക്കിവിടെ എന്നും പാട്ടും ഒരു ബഹളമാണ്. നിങ്ങൾക്ക് സബ് ജില്ലാ ഉത്സവങ്ങൾ ഒരു വർഷത്തിൽ ഒരു ദിവസം നടക്കുമ്പോൾ ഇവിടെ 360 ദിവസവും ഇത്തരം പരിപാടികൾ നടക്കുന്നൊരു വേദി കൂടിയാണ്. ഈ അമ്മ യഥാർത്ഥത്തിൽ 2-3 പാട്ടേ പാടിയോളൂ. യഥാർത്ഥത്തിൽ മൈക്ക് നമുക്ക് തിരിച്ച് തരുന്നതല്ല. ഒരു 10 പാട്ടാണ് സാധാരണ ഒരുമിച്ച് പാടുന്നത്. ഇന്നെന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. അമ്മ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഇതുപോലെ നല്ല രീതിയിൽ പാട്ടുകൾ പാടുന്നതും പാട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരും ഉൾപ്പെടെ ഈ കുടുംബത്തിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചാത്തന്നൂർ സ്കൂളിലെ ഒരു പ്രഥമ അധ്യാപിക കൂടി നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ താമസമുണ്ട്. ഏതാണ്ട് ചിറക്കര സ്കൂളിലെ ഒരു റിട്ടയർഡായ ഒരു HM കൂടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞു വന്നത്, എത്രയോ നല്ല കുടുംബങ്ങളിൽ താമസിച്ച് ഇവിടെ ഒരു നിമിഷം ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള സ്കൂളിലെ കുട്ടികളെ ഇവിടെ എത്തിക്കണമെന്ന് ആ സ്കൂളിലെ അധ്യാപകരുടെ അടുത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 10-12 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു ഒരു കുടുംബമെങ്കിൽ ഇന്നതെല്ലാം മാറി 1-2 കുട്ടികളുള്ള കുടുംബങ്ങളായി മാറിയിരിക്കുന്നു. ഇന്നും അതും ഇല്ലാത്ത അവശേഷിക്കുന്ന കുടുംബങ്ങളായി ഇന്ന് ഓരോ കുടുംബവും മാറിയിരിക്കുക. അപ്പോൾ നിങ്ങളെ തലമുറയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ആവിശേഷിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഇവിടെ വന്ന് ഈ അച്ഛന്മാരും അമ്മമാരും എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഈ പടിക്ക് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പടിക്ക് പുറത്തേക്ക് പോകേണ്ടത്. അതാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ സന്തോഷത്തിനും മറ്റു ഉല്ലാസത്തിനും വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ സമുദ്രതീരം കൂട്ടുകുടുംബം നടത്തുന്നുണ്ട്. ഇവിടെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടി ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് 24-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന കലാഭമണിയുടെ സഹോദരനും കൂടിയായ RLV രാമകൃഷ്ണൻ സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്നുള്ള വേദികൾ ഞങ്ങൾക്ക് തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ 2 ഓഡിറ്റോറിയം ഉൾപ്പെടെയാണ് അതിൻ്റെ പണികൾ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ആ വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ എത്തിയതിലും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന അധ്യാപികയായ സുജാത P, അധ്യാപിക ശാന്തി, അധ്യാപിക ജാസ്മിൻ,
അതുപോലെ വിദ്യാർത്ഥികൾക്കും ഈ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ ഇന്നത്തെ ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന അധ്യാപകർ, ഇവിടെ വിദ്യാർത്ഥികൾ പാട്ടുകൾ പാടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും അവരതിലുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിലും 1-2 പാട്ടുകൾ അവതരിപ്പിക്കാൻ കഴിയണം എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം തന്നെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സുജാത മേഡത്തെ ടീച്ചറെ സാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ആകസ്മികമായാണ് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇവിടേക്കൊന്ന് വരുന്നതിന് വേണ്ടി. 3-4 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കുറച്ച് പുസ്തകമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അന്ന് ഒരു ഗായിക തന്നെ ഇവിടെ ഒരുപാട് പാട്ടുകൾ പാടി ഞങ്ങളെ കുട്ടികളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നീട് അതിനുശേഷവും വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് 3-4 വർഷം മുമ്പ് ഞാൻ NSS പ്രോഗ്രാം ഓഫീസറായിരുന്ന ഒരു വേളയിലാണ് എനിക്കിവിടെ വരാൻ, കുട്ടികളുമായിട്ട് വരാനും ഇവിടെ നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് പ്രായമായവർ, നമ്മളും പ്രായമായി വരികയാണ്. അപ്പോൾ ആ ഒരു പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് നാളെ നമുക്കും വരാൻ സാധ്യതയുള്ളതായ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ, ഇനിയുള്ള തലമുറയിൽ വരുന്ന കുട്ടികളെല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ അച്ഛനമ്മമാരെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യേണ്ടത് ടീച്ചേഴ്സിൻ്റെയും മറ്റ് സംഘടനകളായാലും മറ്റുള്ളവരുടെയും ഒക്കെ കടമയാണ്. നമ്മൾ ഓരോ മക്കളും അവരും ഇതേ അവസ്ഥയിലൂടെ ഭാവിയിൽ കടന്നു പോകേണ്ടവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ അച്ഛനമ്മമാരെ നല്ലതുപോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ മനസ്സുകൊണ്ട് തയ്യാറാകുന്നതിനും ഇങ്ങനെയുള്ള സമുദ്രതീരം പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ഥാപനങ്ങളും ഇനി നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാകരുത്. എല്ലാവരും അവരവരുടെ അച്ഛനമ്മമാരെ നല്ല സന്തോഷത്തോടു കൂടി സ്വന്തം ഭവനങ്ങളിൽ തന്നെ വസിക്കുന്നതിന് വേണ്ട അവസ്ഥ ഉണ്ടാകണം ഇനിയുള്ള കാലത്തെങ്കിലും എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇനിയുള്ള മക്കളെയെല്ലാം അതിനുവേണ്ടി പ്രാപ്തരാക്കണം എന്ന്. നമ്മളും സ്കൂളിൽ കഴിവിൻ്റെ പരമാവധി തന്നെ എല്ലാ കുട്ടികളോടും, ഇപ്പോൾ വന്ന കുട്ടികളല്ല ഇനിയുള്ള കുട്ടികളോടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഇനിയും വരും. ഇവിടെ ഇരിക്കുന്ന അച്ഛനും അമ്മമാർക്കും ഒക്കെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ എപ്പോഴും ഉണ്ടാകട്ടെ. അതിവിടെ ഉണ്ടാകും. ഇവിടെ എപ്പോഴും നല്ല പാട്ടും ചിരിയും കളികളും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും എപ്പോഴും സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഇരിക്കാൻ കഴിയണമെന്ന് ഉള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്കും വന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും. NSSൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഇന്ന് ഞങ്ങളൊന്ന് വന്നത്. ഇന്ന് ഞങ്ങൾക്ക് 50 കുട്ടികളുമായിട്ട് ഒരു NSS ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. സെൻറ്റ് ജോർജ് UPS വെച്ചാണ് ഞങ്ങളുടെ ക്യാമ്പ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് കുട്ടികളെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. കുറച്ച് കുട്ടികൾ ഇന്ന് 2 മണിക്കാണ് ഞങ്ങൾക്ക് ഉദ്ഘാടനം. അതിനു മുമ്പ് കുറച്ച് കുട്ടികളെ ഒന്ന് കൊണ്ടുവന്നതാണ്. എല്ലാവരും ഉച്ചയാകുമ്പോൾ മാത്രമേ ക്യാമ്പിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ആ കുട്ടികളെയും സേവന സന്നദ്ധത എന്താണ്, എങ്ങനെ മറ്റുള്ളവരെ നോക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് കൂടിയാണ് ഞങ്ങളിന്ന് അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മമാർക്കും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് സാറിനും ഇവിടെ എല്ലാവർക്കും. സാറിനെ പറ്റിയായാലും കൂടുതൽ കാര്യം ഇപ്പം ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് സാർ ഇങ്ങനെ ഒരു കാര്യം, സാറിൻ്റെ ഒറ്റ ഫണ്ടിങ്ങിലാണ് ഈ ഒരു സ്ഥാപനം നടന്നു പോകുന്നതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഈ അച്ഛനമ്മമാരെ എല്ലാം കണ്ടപ്പോഴും ശരിക്കും നമ്മുടെ വീട്ടിലുള്ളവരെയും എല്ലാം ഓർത്തുകൊണ്ടും ഇങ്ങനൊരു അവസ്ഥ ബാക്കി ഇനിയുള്ളൊരു തലമുറ പോലും അങ്ങനെ ഉണ്ടാകരുതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഇവിടെ നിന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളിത്
ഇതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് തന്നെ ഈ അച്ഛനമ്മമാരുമായിട്ടൊക്കെ സംസാരിച്ച് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരുമായിട്ട് സംസാരിക്കണം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചറിയണമെന്നൊക്കെ. ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്ന സാറിനും ഇവിടെ എല്ലാവരെയും കാണാൻ പറ്റിയതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പെട്ടെന്നൊരു NSS ക്യാമ്പിൻ്റെ ഭാഗമായി എത്തപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം പോകാത്തതിലുള്ള ഒരു ഭയങ്കര സങ്കടമുണ്ട്. മാത്രമല്ല നമുക്കും ഒരു സങ്കടം വന്നാൽ എത്താനൊരു സ്ഥലമുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസവുമുണ്ട്. നമ്മുടെ മക്കൾ നിങ്ങളെയൊക്കെ നേരിക്കണ്ട് നമ്മുടെ അച്ഛനെയും അമ്മയും എത്രമാത്രം സ്നേഹിച്ച് നമ്മുടെ കൂടെ നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെയും അമ്മയും എത്രമാത്രം സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ കുട്ടികളെ ഇവിടോട്ട് കൊണ്ടുവന്നതും. ഞങ്ങൾ സ്വയവും അത് മനസ്സിലാക്കണം. ഞങ്ങളുടെ അച്ഛനും അമ്മയും എത്രമാത്രം നോക്കണമെന്നും ഞങ്ങളെ എത്രമാത്രം ഞങ്ങളുടെ മക്കൾ നോക്കണമെന്നും, അഥവാ നോക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടെന്നുള്ളൊരു ആശ്വാസവും ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ കൂടെ കിട്ടുന്നുണ്ട്. കൂടാതെ റൂവൽ സിംഗ് സാറ് ഞങ്ങൾ ഇന്നലെയാണ് വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടുകൂടി എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്ന സാറിനും, ഇവിടെ വന്നപ്പോൾ ഒരുപാട് മാഡം കുറേ സഹോദരങ്ങളും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ഞങ്ങൾക്ക് കുറച്ച് അറിവില്ലായ്മയോടെ കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. എല്ലാത്തിനും ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും, കൂടാതെ ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നന്ദിയും. എല്ലാവരും നല്ല രീതിയിൽ ഓരോ ദിവസവും ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവരും സമാധാനമായിട്ട് കഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരനോട് നന്ദി. സ്വന്തം മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേ രാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ് ഉദാനെ തനന്താനേ തന്താനേ യാരോ ആരാരിയാരോ ഉദാനെ തനന്താനേ തന്താനേ യാരോ ആരാരിയാരോ. സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപഹാരം ചെയർമാൻ റുവൽ സിംഗിൽ നിന്നും അധ്യാപകരായ സുജാത, ശാന്തി, ജാസ്മിൻ തുടങ്ങിയവർ ഏറ്റുവാങ്ങി. വീണ്ടും സമുദ്രതീരം സന്ദർശിക്കുമെന്ന് പറഞ്ഞ് അവർ തിരികെ പോയി.